ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ട്രെൻഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു സംഗതി നമുക്ക് കെമിസ്ട്രിയിൽ നിന്ന് പഠിച്ചാലോ? പീരിയോഡിക് ടേബിള് ഏത് റേഞ്ചിൽ ചോദിക്കുന്ന എക്സാം, ഇപ്പോൾ LGS ആയിക്കോട്ടെ, LDC ആയിക്കോട്ടെ, 12th ലെവൽ എക്സാംസ് ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ എക്സാംസ് ആയിക്കോട്ടെ, നമുക്ക് സിലബസിൽ എല്ലാ ടൈപ്പ് ഓഫ് സിലബസിലും കാണാൻ കഴിയുന്ന ഒരു ഭാഗമാണ് ഈ ആറ്റവും പീരിയോഡിക് ടേബിളും, അല്ലെ? നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്തൊരു ടോപ്പിക്കാണ്. പീരിയോഡിക് ടേബിൾ ഇല്ലെങ്കിൽ പിന്നെ കെമിസ്ട്രി ഇല്ലല്ലോ. അപ്പോൾ പീരിയോഡിക് ടേബിളിൽ നമുക്കറിയാം, നമ്മൾ ഇന്ന് കാണുന്ന ലോങ് ഫോം പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ ദീർഘരൂപ ക്രമാവർത്തന പട്ടികയിൽ എല്ലാം കൂടി കുത്തനെയുള്ള കോളങ്ങൾ, അതായത് ഗ്രൂപ്പുകൾ 18 ഉണ്ട്. വിലങ്ങനെയുള്ള നിരകൾ, അതായത് പിരീഡുകൾ 7 ഉണ്ട്. 18 ഗ്രൂപ്പുകളിലായിട്ടും 7 പിരീഡുകളിലുമായിട്ട് 118 മൂലകങ്ങളുണ്ട്, അല്ലെ? അറ്റോമിക് നമ്പർ 1 ഹൈഡ്രജൻ തുടങ്ങി അറ്റോമിക് നമ്പർ 118 ഓഗ്നസോൺ വരെയുള്ള മൂലകങ്ങളാണ് അവര്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇനി ഞാൻ ഇവരുടെ കുറച്ച് ട്രെൻഡുകളാണ് പറയാൻ പോകുന്നത്. അതായത് ഗ്രൂപ്പ് വൈസ്, പീരീഡ് വൈസ് എങ്ങനെയാണ് ചില പ്രോപ്പർട്ടീസ് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ വേരി ചെയ്തിരിക്കുന്നത്. ആ പ്രോപ്പർട്ടീസിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് എലമെന്റ്സിന് എന്ത് ചെയ്തിരിക്കുന്നത്, അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോ അങ്ങനെ ഒരു കൂട്ടം ട്രെൻഡുകൾ, ക്രമാവർത്തന പ്രവണതകളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഇംഗ്ലീഷില് പീരിയോഡിക് ട്രെൻഡുകൾ എന്ന് പറയും. തുടങ്ങിയാലോ? അപ്പോ നമ്മളിവിടെ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് അറ്റോമിക് സൈസ് ആണ്. അതായത് പീരിയോഡിക് ടേബിളില് ഒരു ഗ്രൂപ്പിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ആറ്റത്തിന്റെ വലിപ്പത്തിനുണ്ടാകുന്ന മാറ്റം എന്താ എന്ന് ചോദിക്കാം. അറ്റോമിക് സൈസ് എങ്ങനെ വേരി ചെയ്യുന്നു എന്ന് ചോദിക്കാം. നിങ്ങൾ പഠിച്ചേക്കണം, അറ്റോമിക് സൈസ് എന്ത് ചെയ്യുന്നു, കൂടിക്കൂടി വരുന്നതാണ് ടെൻഡൻസി. അതായത് ഇൻക്രീസ് ചെയ്യുന്നതാണ് ടെൻഡൻസി. സോ ദി സൈസ് ഓഫ് ദി ആറ്റം എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പില്, അതായത് മുകളിൽ നിന്ന് താഴേക്ക് എന്ത് ചെയ്യുന്നു, കൂടിക്കൂടി വരുന്നു. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഗ്രൂപ്പിൽ എന്താണോ ടെൻഡൻസി അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും പീരീഡില്. പീരിയോഡിക് ടേബിളിന്റെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോ, ഇടത്ത് നിന്ന് വലത്തേക്ക് പോകും തോറും അറ്റോമിക് സൈസ് എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. അതാണ് ടെൻഡൻസി. അപ്പോ ആറ്റത്തിന്റെ വലിപ്പം, അറ്റോമിക വലിപ്പം ഗ്രൂപ്പിലും പീരീഡിലും എങ്ങനെയാ വേരി ചെയ്യുന്നത്? ഗ്രൂപ്പില് കൂടിക്കൂടി വരുന്നു, പീരീഡില് കുറഞ്ഞു വരുന്നു. അപ്പോ പീരിയോഡിക് ടേബിളില് 118 മൂലകങ്ങളെയും പരിഗണിച്ചാൽ ഏറ്റവും വലിയ ആറ്റം ഏതാണ് എന്ന് നിങ്ങളോട് ചോദിക്കും. ഞാൻ ആ പീരിയോഡിക് ടേബിള് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഇത് നോക്കി നിങ്ങൾക്ക് പറയാവുന്നതേ ഉള്ളൂ. ലാർജസ്റ്റ് ആറ്റം ഏതാവാനാ സാധ്യത? നമ്മളിപ്പോ പറഞ്ഞ ട്രെൻഡ് പ്രകാരം ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ ഏറ്റവും താഴെ കാണുന്ന ആള് വേറെ ആരുമല്ല, അതേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്, ഫ്രാൻസിയം ആണ്. കണ്ടോ? അപ്പോ ഞാനിവിടെ ഉത്തരം എഴുതാൻ പോവാണേ. ലാർജസ്റ്റ് ആറ്റം, ഏറ്റവും വലിയ ആറ്റം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താ? ഫ്രാൻസിയം ആണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഫ്രാൻസിയം എന്ന് പറയുന്ന ആറ്റം ഹൈലി അൺസ്റ്റേബിൾ ആണ്. അതിന് സ്ഥിരത തീരെ കുറവാണ്, സ്ഥിരത ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് ഏറ്റവും വലിയ വലിപ്പമുണ്ട് എന്നാൽ സ്റ്റേബിൾ ആണ്, സ്ഥിരതയുള്ള ആറ്റം ഏതാണ് എന്ന് നിങ്ങളോട് ചോദിക്കുമ്പോ എന്തുത്തരം പറയണം എന്നറിയോ? ഏറ്റവും വലിയ സ്ഥിരതയുള്ള ആറ്റം ഫ്രാൻസിയത്തിന്റെ തൊട്ട് മേളിൽ കിടക്കുന്ന ആ മൂലകത്തിനെ നമുക്ക് സെലക്ട് ചെയ്യാം. ആരാണ്? യെസ്, അത് വേറെ ആരുമല്ല, സീസിയം ആണെന്ന് പഠിച്ചേക്കണം. ആരാ? സീസിയം ഓർ സീഷിയം എന്ന് പറയുന്നാലും എന്തില്ല, തെറ്റില്ല. അപ്പോ ഏറ്റവും വലിയ ആറ്റം ഫ്രാൻസിയം ആണെങ്കിൽ ഏറ്റവും വലിയ സ്ഥിരതയുള്ള ആറ്റം ഏതാണെന്നറിയോ? അത് സീസിയം അല്ലെങ്കിൽ സീഷിയം ആണെന്ന് പഠിക്കുക. ഇനി അടുത്തത്, പീരീഡിന്റെ ഇടത്തു നിന്ന് വലത്തേക്ക് പോകുന്തോറും അറ്റോമിക് സൈസ് കുറയുന്നു എന്നല്ലേ പറയുന്നത്. അപ്പോ ഏറ്റവും ചെറിയ ആറ്റം ഏതായിരിക്കും? കണ്ടോ, ഫസ്റ്റ് പീരീഡില് 2 മൂലകങ്ങളേ ഉള്ളൂ. നിങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും, ലെഫ്റ്റ് മോസ്റ്റ് ഹൈഡ്രജനും റൈറ്റ് മോസ്റ്റ് ഹീലിയവും. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അറ്റോമിക് സൈസ് കുറഞ്ഞു വരും. അപ്പൊ പിന്നെ ഏറ്റവും ചെറിയ ആറ്റം ഏതാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രജനേക്കാളും വലിപ്പത്തിൽ ചെറുത് അല്ലെങ്കിൽ വലിപ്പക്കുറവ് ആർക്കാണെന്ന് നിങ്ങളെ പഠിച്ചു വെച്ചേക്കണം. യെസ്, ചെറുത് ഹീലിയം ആണെന്ന് പഠിക്കുക. അപ്പൊ ഇവിടെ ഹീലിയം ആൻസർ ആയിട്ട് വരുന്ന സാഹചര്യത്തില് നമ്മളെ തെറ്റിക്കാനായിട്ട് ഓപ്ഷൻസിൽ ഹൈഡ്രജനും കാണും, മാറിപ്പോവരുതേ. ഏറ്റവും ചെറിയ ആറ്റം ഹീലിയം ആണെങ്കിൽ, അതായത് വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ചെറിയ ആറ്റം ഹീലിയം ആണെങ്കിൽ പിന്നെ ഹൈഡ്രജൻ എവിടെയാണ് ഉത്തരമായിട്ട് വരിക എന്ന് പലർക്കും സംശയം കാണും. എവിടാന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ ചെറുത് ഏതാ എന്ന് ചോദിക്കും. ഓക്കെ, അതായത് ഏറ്റവും ഭാരം കുറഞ്ഞത്, ഏറ്റവും ലഘുവായത്, ലൈറ്റസ്റ്റ് അല്ലെങ്കിൽ സിംപ്ലസ്റ്റ് ആറ്റം അങ്ങനെ ചോദിച്ചാൽ നമുക്ക് എന്ത് ഉത്തരം പറയാം? അവിടെ ഉത്തരം ഹൈഡ്രജൻ പറയാം.
ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത്രയും വസ്തുതകൾ പഠിച്ചു വെക്കുക. പീരിയോഡിക് ടേബിളില് ഗ്രൂപ്പിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും അറ്റോമിക് സൈസ് എന്ത് ചെയ്യും? കൂടി വരും. ഗ്രൂപ്പിൽ എന്താണോ പഠിക്കുക, എന്താണോ ട്രെൻഡ്, അതിന്റെ ഓപ്പോസിറ്റാ പീരീഡില്. അപ്പോ പീരീഡിന്റെ ഇടത്ത് നിന്ന് വലത്തേക്ക് പോകുന്തോറും ആറ്റത്തിന്റെ വലിപ്പം കുറഞ്ഞു വരുന്നു. ഏറ്റവും വലിയ ആറ്റം ഫ്രാൻസിയം, ഏറ്റവും വലിയ സ്ഥിരതയുള്ള ആറ്റം സീഷിയം, ഏറ്റവും ചെറിയ ആറ്റം ഹീലിയം, ഏറ്റവും ലഘുവായ ആറ്റം അല്ലെങ്കിൽ ഭാരം കുറഞ്ഞ ആറ്റം ഹൈഡ്രജൻ. വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ചെറുതാണെങ്കിൽ ഹീലിയമാണ്, ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ ചെറുതാണെങ്കിലോ അത് വന്നിട്ട് ഹൈഡ്രജൻ ആണെന്നും പഠിച്ചേക്കണം. ഓക്കെ, ഇനി അറ്റോമിക് സൈസിന്റെ ട്രെൻഡ് എന്താണോ അതുപോലെയാണ് നമുക്ക് രണ്ടാമത് പഠിക്കേണ്ട പ്രോപ്പർട്ടി അറ്റോമിക ആരം. ഈ അറ്റോമിക ആരം ഇംഗ്ലീഷില് അറ്റോമിക് റേഡിയസ് എന്നറിയപ്പെടുന്നു. എടാ, ഒരു ഗ്രൂപ്പിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ആറ്റത്തിന്റെ സൈസ് കൂടി വരിക എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, അതിന്റെ റേഡിയസും സ്വാഭാവികമായിട്ടും കൂടില്ലേ? കണ്ടോ? അതാ. അപ്പോ അറ്റോമിക് സൈസിന് അല്ലെങ്കിൽ അറ്റോമിക വലിപ്പത്തിന് ഗ്രൂപ്പിലും പീരീഡിലും എന്താണോ ട്രെൻഡ് അത് തന്നെയാണ് അറ്റോമിക് ആരം അല്ലെങ്കിൽ റേഡിയസിന്. അതായത് ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും അറ്റോമിക് റേഡിയസ്, അറ്റോമിക ആരം എന്ത് ചെയ്ത് വരുന്നു? കൂടി വരുന്നതാണ് ട്രെൻഡ്. പീരീഡിന്റെ ഇടത്ത് നിന്ന് വലത്തേക്ക് പോകുന്തോറും അറ്റോമിക് റേഡിയസ് അല്ലെങ്കിൽ അറ്റോമിക ആരം എന്ത് ചെയ്യുന്നുണ്ട്? കുറഞ്ഞു വരുന്നുണ്ട്. ഈ ട്രെൻഡ് നിങ്ങൾ എന്ത് ചെയ്തേക്കണം? കാണാതെ പഠിക്കണം. അതായത് കാണാതെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബട്ട് എന്ത് ചെയ്യണം? അത് എങ്ങനെ വന്നു എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, അറ്റോമിക് സൈസ് കൂടുന്നിടത്ത് സ്വാഭാവികമായിട്ടും അറ്റോമിക് റേഡിയസും കൂടണമല്ലോ. കൂടും. അറ്റോമിക് സൈസ് കുറയുന്നിടത്ത് അറ്റോമിക് റേഡിയസും എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. ഇനി അടുത്ത പ്രോപ്പർട്ടി നിങ്ങൾ പഠിക്കേണ്ടത് രണ്ടെണ്ണം നമുക്ക് കണക്ട് ചെയ്തങ്ങ് പഠിക്കാം. ഈ ആറ്റങ്ങളൊക്കെ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്റ്റെബിലിറ്റി നേടാൻ വേണ്ടിയിട്ടാണല്ലേ. എങ്ങനെയൊക്കെ സ്റ്റേബിൾ ആകാം? ചില ആറ്റങ്ങൾ കെമിക്കൽ റിയാക്ഷൻസിൽ പങ്കെടുത്തിട്ട് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യും, വിട്ടുകൊടുക്കും. ചിലര് ഗെയിൻ ചെയ്യും, നേടും. വേറെ ചിലർ ഈ കൊടുക്കൽ വാങ്ങൽ പരിപാടിക്ക് നിൽക്കാതെ തന്റെ കയ്യിലുള്ള ഇലക്ട്രോണുകളെ മറ്റ് ആറ്റങ്ങളുടെ ഇലക്ട്രോണുകളുമായിട്ട് പങ്കുവെക്കും, ഷെയർ ചെയ്യും. അങ്ങനെ ഇതാ കേട്ടോളൂ, രാസപ്രവർത്തനത്തിൽ പങ്കെടുത്ത് ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തുകൊണ്ട് അതല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ട്, ആലോചിക്കുക, ഇലക്ട്രോൺ എന്ന് വെച്ചാൽ നെഗറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിളാ. അപ്പോ ഒരു ആറ്റം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിലെ നെഗറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾ പോയി എന്ന അർത്ഥം അല്ലേ. നെഗറ്റീവ് പോയാൽ അതിന്റെ അഭാവം നമ്മൾ എന്തായിട്ടാ കാണിക്കുക? പോസിറ്റീവ് ചാർജ് ആയിട്ടാ കാണിക്കുക. അപ്പൊ ഒരു ആറ്റത്തിന് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് പോസിറ്റീവ് ചാർജുള്ള അയോൺ ആയിട്ട് മാറാനുള്ള കഴിവ്. ആ പോസിറ്റീവ് ചാർജുള്ള അയോണിനെ ഒറ്റ വാക്കിന് നമുക്ക് കാറ്റയോൺ എന്ന് പറയാം. കാറ്റയോൺ ആയിട്ട് മാറാനുള്ള ആറ്റത്തിന്റെ കഴിവിന് വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി. സാധാരണ കെമിക്കൽ റിയാക്ഷന്റെ ഭാഗമായിട്ട് മെറ്റൽസ് അല്ലെങ്കിൽ ലോഹങ്ങളാണ് എന്ത് കാണിക്കുക? ഈ ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി കാണിക്കുന്നത്. ഓക്കെ, അപ്പോ രാസപ്രവർത്തനത്തിൽ പങ്കെടുത്ത് ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് ചാർജുള്ള അയോണായിട്ട് മാറാനുള്ള ആറ്റത്തിന്റെ കഴിവാണെന്ത്? ഇലക്ട്രോ പോസിറ്റിവിറ്റി. എടാ, ഗ്രൂപ്പില് ഇലക്ട്രോ പോസിറ്റിവിറ്റിക്ക് ഉണ്ടാകുന്ന ട്രെൻഡ് എന്താ നിങ്ങൾക്കറിയോ? അറ്റോമിക് സൈസ് പോലെ, അറ്റോമിക് റേഡിയസ് പോലെ ഒരു ഗ്രൂപ്പിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ഇലക്ട്രോ പോസിറ്റിവിറ്റി അഥവാ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി എന്ത് ചെയ്യുന്നുണ്ട്? കൂടി വരുന്നുണ്ട് എന്ന വസ്തുത നിങ്ങൾ പഠിച്ചേക്കണം. ക്ലിയർ ആയോ? അപ്പൊ ഗ്രൂപ്പിൽ പഠിച്ചാൽ പിന്നെ പീരീഡ് പഠിക്കേണ്ട, അതിന്റെ ഓപ്പോസിറ്റാ. പീരീഡില് ഈ ഇലക്ട്രോ പോസിറ്റിവിറ്റി എങ്ങനെയായിരിക്കാം? കുറഞ്ഞു വരുന്നു എന്ന കാര്യവും കൂടി നിങ്ങൾ എന്ത് ചെയ്തേക്കണം? ഓർത്തു വെച്ചേക്കണം. ക്ലിയർ ആയോ? ഭയങ്കര കിച്ച് ക്ഷമിക്കണേ. ഇനി ഈ ലോഹങ്ങളാണ് സർവ്വസാധാരണമായിട്ട് എന്ത് കാണിക്കുക? ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി, അതായത് ഇലക്ട്രോ പോസിറ്റിവിറ്റി കാണിക്കുന്നത് എന്ന വസ്തുത നിങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കണം. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതേ നോക്കൂ, എന്റെ ചോദ്യം ഇതാണ്. ഞാൻ പീരിയോഡിക് ടേബിൾ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയായി. ഈ കാണുന്ന മൂലകങ്ങളിൽ വിച്ച് ഈസ് ദ മോസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് ആറ്റം? ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ഏത് മൂലകത്തിന് എന്നാണ് ചോദിച്ചേക്കുന്നത്. ആർക്കായിരിക്കും? യെസ്, നമ്മുടെ ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ അഗെയിൻ ദ മോസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് ആറ്റം എന്ന് പറയുന്നത് ആര് തന്നെയാണ്? ഫ്രാൻസിയം ആണല്ലേ. പക്ഷെ അവിടെയും ഒരു സ്പെഷ്യൽ കേസ് ഉണ്ട്. ആ ഫ്രാൻസിയം ഹൈലി അൺസ്റ്റേബിൾ ആണ്, അല്ലെങ്കിൽ അയാൾക്ക് സ്ഥിരത തീരെ കുറവായതുകൊണ്ട്
സ്ഥിരതയുള്ള മൂലകം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആരെ പഠിക്കേണ്ടി വരും? സീഷ്യത്തിനെ പഠിക്കേണ്ടി വരും. കണ്ടോ? അപ്പൊ ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ഫ്രാൻസിയമാണ്. എന്നാൽ ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ സ്ഥിരതയുള്ള മൂലകം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആരെ പഠിച്ചു വെക്കുക? സീസിയത്തിനെ പഠിച്ചു വെക്കുക. ഇനി ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കുറവ് ആർക്കായിരിക്കും? സ്വാഭാവികമായിട്ടും പീരിയോഡിക് ടേബിളിലെ ഈ ട്രെൻഡ് കണ്ടിട്ട് നമ്മൾ പറയും പീരീഡിന്റെ ഇടത്ത് നിന്ന് വലത്തേക്ക് പോകുന്തോറും എന്ത് ചെയ്യുന്നു? ആറ്റത്തിന്റെ സൈസ്, റേഡിയസ് ഒക്കെ കുറയുന്ന പോലെ ഇലക്ട്രോ പോസിറ്റിവിറ്റിയും കുറയുക അല്ലെ? അപ്പോ ഹീലിയം എന്നായിരിക്കും പലരും ചിന്തിക്കുക. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ്, ഇലക്ട്രോണിനെ കൊടുക്കൽ വാങ്ങൽ, അതായത് ഇലക്ട്രോ പോസിറ്റിവിറ്റി നെഗറ്റിവിറ്റി നമ്മൾ നോക്കുന്ന കേസിൽ ആ 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ, ചുരുക്കി പറഞ്ഞാൽ ഇനേർട്ട് ഗ്യാസസ്, ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, xenon, റെഡോൺ, ഒഗരസോൺ, അതിനെയൊന്നും നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നോക്കേണ്ട കാര്യമില്ല. കാരണം അവർ ഓൾറെഡി സ്റ്റേബിൾ ആണ്, അവര് സ്ഥിരത നേടിയ ആൾക്കാരാണ്. അവർക്ക് ഇനി ഇലക്ട്രോണുകളെ പങ്കുവെക്കാനും കൊടുക്കാനും വാങ്ങാനും അതിന്റെ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ അതിന്റെ ആവശ്യമൊന്നും തന്നെ ഇല്ല. അപ്പൊ ഇലക്ട്രോ പോസിറ്റിവിറ്റി നെഗറ്റിവിറ്റി കൊടുക്കൽ വാങ്ങൽ നമ്മൾ പഠിക്കുമ്പോ 17ാം ഗ്രൂപ്പ് വരെ ഉള്ളവരെ മാത്രം പഠിച്ചങ്ങ് നിർത്തിയാൽ മതി. അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണ്ട, പോകണ്ട. അങ്ങനെ നോക്കിയാൽ ഇലക്ട്രോ പോസിറ്റിവിറ്റി പീരീഡിൽ കുറയുമല്ലേ? അപ്പൊ ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ മൂലകം ഏതായിരിക്കാം? യെസ്, നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. വേറെ ആരുമല്ല, അത് വന്നിട്ട് ഫ്ലൂറിൻ ആണ്. കണ്ടോ? അപ്പൊ ഒരു ആറ്റത്തിന് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് പോസിറ്റീവ് ചാർജുള്ള അയോണായിട്ട് മാറാനുള്ള കഴിവിനെ വിളിക്കുന്ന പേര് ഇലക്ട്രോ പോസിറ്റിവിറ്റി ആണെങ്കിൽ പോസിറ്റിവിറ്റി ഗ്രൂപ്പിൽ കൂടി വരും. ഏറ്റവും കൂടുതൽ ഫ്രാൻസിയം, ഏറ്റവും കൂടിയ സ്ഥിരതയുള്ള ആറ്റം സീഷിയം, പീരീഡിൽ കുറഞ്ഞു വരും. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കുറവ് ആർക്കാണ്? അത് ഫ്ലൂറിൻ ആണെന്ന് പഠിച്ചേക്കണം. ഓക്കെ, ലോഹങ്ങളാണ് സർവ്വസാധാരണമായിട്ട് എന്ത് കാണിക്കുക? ഇലക്ട്രോ പോസിറ്റിവിറ്റി കാണിക്കുക. അപ്പൊ ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ അടുത്തൊരു കാര്യം പറഞ്ഞു തരട്ടെ. ഇതേ കണ്ടോ? എടാ, ഇലക്ട്രോ പോസിറ്റിവിറ്റി ഗ്രൂപ്പിൽ കൂടുന്നു, പീരീഡിൽ കുറയുന്നു. ലോഹങ്ങൾ ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങളാണ്. അപ്പൊ ഒന്ന് കണക്ട് ചെയ്തേ. എങ്ങനെയാണോ ഇലക്ട്രോ പോസിറ്റിവിറ്റി ഗ്രൂപ്പിലും പീരീഡിലും വേരി ചെയ്യുന്നത്, അതുപോലെയാണ് മെറ്റാലിക് നേച്ചർ ലോഹ സ്വഭാവവും. അതായത് ഒരു ഗ്രൂപ്പിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും ലോഹ സ്വഭാവം അല്ലെങ്കിൽ മെറ്റാലിക് നേച്ചർ എന്ത് ചെയ്യും? കൂടിക്കൂടി വരുന്നതാ ടെൻഡൻസി. കണ്ടോ? ഗ്രൂപ്പിൽ എന്ത് ചെയ്യും? കൂടും. എന്നാൽ പീരീഡിന്റെ ഇടത്ത് നിന്ന് വലത്തേക്ക് പോകുന്തോറും എന്ത് ചെയ്യുന്നു? ലോഹ സ്വഭാവം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം. ക്ലിയർ അല്ലേ? അപ്പോ ഇലക്ട്രോ പോസിറ്റിവിറ്റിയും ലോഹ സ്വഭാവവും ഒരുപോലെയാണ് വേരി ചെയ്യുന്നത്. കാരണം ലോഹങ്ങൾ ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങളാണ് എന്നുള്ള വസ്തുത നിങ്ങൾ എന്ത് ചെയ്തേക്കണം? പഠിച്ചേക്കണം. ക്ലിയർ അല്ലേ? ഇത് രണ്ടും ഗ്രൂപ്പിൽ കൂടി വരും, പീരീഡിൽ കുറഞ്ഞു വരും. ഈ പഠിച്ചതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കേസ് ആണ് നമുക്കിനി അടുത്തതായിട്ട് നോക്കാനുള്ളത്. വേറൊന്നുമല്ല, ഇലക്ട്രോ നെഗറ്റിവിറ്റി. എന്താ നെഗറ്റിവിറ്റി? പോസിറ്റിവിറ്റി കൊടുത്ത പോസിറ്റീവ് ചാർജുള്ള അയോണായിട്ട് മാറാനുള്ള കഴിവാണെങ്കിൽ ഒരാറ്റത്തിന് രാസപ്രവർത്തനത്തിൽ പങ്കെടുത്ത് ഇലക്ട്രോണുകളെ സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നേടിക്കൊണ്ട്, ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് അല്ലേ, അപ്പൊ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ വന്ന് ചേരുകയാണ്, ആറ്റം കൂടുതൽ നെഗറ്റീവ് ആവുകയാണ് അല്ലെ. അപ്പൊ സ്വീകരിച്ചുകൊണ്ട് നെഗറ്റീവ് ചാർജുള്ള അയോൺ അഥവാ ആനയോൺ ആയിട്ട് മാറാനുള്ള ആറ്റത്തിന്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. പോസിറ്റിവിറ്റിക്ക് ഗ്രൂപ്പിലും പീരീഡിലും എന്താണോ ടെൻഡൻസി, അതിന്റെ ഓപ്പോസിറ്റ് അല്ലേ നെഗറ്റിവിറ്റി. അതായത് ഗ്രൂപ്പിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ത് ചെയ്യും? കുറഞ്ഞു വരും. കാരണം അവിടെ പോസിറ്റിവിറ്റി കൂടുക. എന്നാൽ പീരീഡിന്റെ ഇടത്തു നിന്ന് വലത്തേക്ക് പോകുന്തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടി വരും. കാരണം അവിടെ പോസിറ്റിവിറ്റി കുറവാ. കണ്ടോ? അങ്ങനെയാണെങ്കിലേ പീരിയോഡിക് ടേബിൾ പിന്നെയും ഞാനിതാ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. എടാ, പീരിയോഡിക് ടേബിളിലെ 118 മൂലകങ്ങളും പരിഗണിച്ചാൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ആർക്കാണ്? കേരള PSCയുടെ ആസ്ഥാന ചോദ്യമാണ്. ഈ മൂലകത്തിന് കേരള PSC ഓഫീസിൽ നിയമനം കൊടുത്ത പോലെ സ്ഥിരം ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഒരു എലമെന്റ് ആണ്. ആരായിരിക്കും? ആലോചിക്കണം. ഇലക്ട്രോ പോസിറ്റിവിറ്റിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നെഗറ്റിവിറ്റി. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ളത് പോസിറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞവനാവണ്ടേ? ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കുറവ് ഫ്ലൂറിൻ അല്ലേ? ഇതേ പീരീഡിൽ കുറയും. യെസ്. അപ്പോ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ആർക്കാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കുക, വേറെ ആരുമല്ല, ഫ്ലൂറിൻ ആണ്. എന്നാൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കുറവ് ആർക്കായിരിക്കും? ഗ്രൂപ്പിലാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞു വരുന്നത് അല്ലേ.
അപ്പോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ ആൾക്ക് നെഗറ്റിവിറ്റി കുറവ്. ചുരുക്കി പറഞ്ഞാൽ ആർക്കാ? അത് ഫ്രാൻസിയം. സ്ഥിരതയുള്ള മൂലകം ചോദിച്ചാൽ സീഷ്യം. ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ. ഇലക്ട്രോ പോസിറ്റിവിറ്റി എവിടെ കൂടുമോ അവിടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയും. ഇലക്ട്രോ പോസിറ്റിവിറ്റി എവിടെ കുറയുമോ അവിടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടും. അപ്പോ ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ ആറ്റം ഫ്രാൻസിയം. അയാൾക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കുറവാണ്. ഓക്കെ, ഇനി സ്ഥിരതയുള്ള ആറ്റം ചോദിക്കുമ്പോൾ സീഷ്യം പറയണം. അടുത്തത് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ ആറ്റം ഫ്ലൂറൻ. അയാൾക്ക് പോസിറ്റിവിറ്റി ഏറ്റവും കുറവാണ് എന്ന കാര്യവും പഠിച്ചു വെക്കുക. ക്ലിയർ ആയോ? ഇനി ലോഹങ്ങൾ ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങളാണെങ്കിൽ സാധാരണ ഇലക്ട്രോ നെഗറ്റിവിറ്റി കാണിക്കുന്നത് ആരാന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. അലോഹങ്ങളാണ്. അപ്പോ അലോഹങ്ങൾ ഇലക്ട്രോ നെഗറ്റീവ് മൂലകങ്ങളാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യരുത്? മറന്നു പോകരുത്. അതായത് എങ്ങനെയാണോ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഗ്രൂപ്പിലും പിരീഡിലും വേരി ചെയ്യുന്നത് അതുപോലെയാണ് അലോഹ സ്വഭാവവും വേരി ചെയ്യുന്നത് എന്ന കാര്യം നിങ്ങൾ പഠിക്കണം. ഗ്രൂപ്പിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞു വരുമല്ലേ? സെയിം വേ അലോഹ സ്വഭാവം എന്ത് ചെയ്യുന്നുണ്ട്? കുറഞ്ഞു വരുന്നുണ്ട്. പിരീഡിന്റെ ഇടത്തു നിന്ന് വലത്തേക്ക് പോകും തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടി വരുമല്ലേ? അതുപോലെ അലോഹ സ്വഭാവം എന്ത് ചെയ്യുന്നുണ്ട്? കൂടി വരുന്നുണ്ട്. കണ്ടോ? അപ്പോ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഈ പഠിച്ച കാര്യങ്ങളെ നമുക്കൊന്ന് നോക്കിയാലോ? ഇത് ഇത്രയേ ഉള്ളൂ. അറ്റോമിക് സൈസ്, അറ്റോമിക വലിപ്പം ഗ്രൂപ്പിൽ എന്ത് ചെയ്യും? കൂടും. അപ്പൊ പിരീഡിലോ കുറയും. ഗ്രൂപ്പിന്റെ ഓപ്പോസിറ്റ് ആ കേട്ടോ. സൈസ് പോലെ തന്നെയാണ് റേഡിയസും വേരി ചെയ്യുന്നത്. അറ്റോമിക് ആരം, അറ്റോമിക് റേഡിയസ് ഗ്രൂപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. അപ്പോ പിരീഡിലോ യെസ് അതും കുറയുന്നുണ്ട്. ഇനി ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തുകൊണ്ട് പോസിറ്റീവ് അയോണായിട്ട് മാറാനുള്ള കഴിവല്ലേ? ഇലക്ട്രോ പോസിറ്റിവിറ്റി ഗ്രൂപ്പിൽ കൂടും, പിരീഡിൽ കുറയും. ലോഹങ്ങൾ ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങളാണ് കേട്ടോ. അപ്പോ മെറ്റാലിക് നേച്ചർ ലോഹ സ്വഭാവവും ഗ്രൂപ്പിൽ കൂടും, പിരീഡിൽ കുറയും. എന്നാൽ ഒരാറ്റത്തിന് ഇലക്ട്രോണിനെ സ്വീകരിച്ചുകൊണ്ട് നെഗറ്റീവ് ചാർജ് ഉള്ള അയോണായിട്ട് മാറാനുള്ള കഴിവ് നെഗറ്റിവിറ്റി. അലോഹങ്ങൾ ഇലക്ട്രോ നെഗറ്റീവ് ആണ്. നെഗറ്റിവിറ്റി പോസിറ്റിവിറ്റിയുടെ ഓപ്പോസിറ്റാ. ഗ്രൂപ്പിൽ കുറയും, പിരീഡിൽ കൂടും. ഇലക്ട്രോ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നോൺ മെറ്റാലിക് മൂലകങ്ങളാണ് അല്ലെ? ഗ്രൂപ്പിൽ കുറയും, പിരീഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. അപ്പോ ഏറ്റവും വലിയ ആറ്റം ഏതെന്ന് ചോദിച്ചാൽ എന്റെ കുട്ടിയോളെ നിങ്ങളെ പഠിച്ചു വെച്ചേക്കണം. ഒരു ഡൗട്ടുമില്ല, ഫ്രാൻസിയം. സ്ഥിരതയുള്ള ആറ്റം സീഷ്യം. ചെറിയ ആറ്റം ഹീലിയം. ഭാരം കുറഞ്ഞ ആറ്റം ഹൈഡ്രജൻ. നോ ഡൗട്ട്. ഓക്കെ, ചെറുതെന്ന് പറയുമ്പോഴത്തേക്കും അത് സ്മോളസ്റ്റ് ആണെന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. ഭാരം കുറഞ്ഞത് എന്ന് പറഞ്ഞാൽ അത് ലൈറ്റസ്റ്റ് അല്ലെങ്കിൽ സിംപ്ലസ്റ്റ് ആണെന്ന് ഓർത്തു വെക്കുക. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതൽ, നെഗറ്റിവിറ്റി ഏറ്റവും കുറവ് ഫ്രാൻസിയം ആണ്. സ്ഥിരതയുള്ളത് ചോദിക്കുമ്പോൾ സീഷ്യം. ഇനി ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ, പോസിറ്റിവിറ്റി ഏറ്റവും കുറവാർക്കെന്ന് ചോദിച്ചാൽ ഫ്ലൂറിൻ ആണെന്നും പഠിച്ചേക്കണം. ഇത്രയും ക്ലിയർ അല്ലേ? അപ്പോ നമുക്ക് ഇനി നോക്കേണ്ടത് ഈ അയോണീകരണ ഊർജം. അയോണീകരണ ഊർജം എന്താണെന്ന് പഠിക്കണം. അയോണീകരണ ഊർജം പഠിക്കുമ്പോൾ അതുപോലൊരു സാധനമുണ്ട്, ഇലക്ട്രോൺ അഫിനിറ്റി. ഓക്കെ, അപ്പൊ ഇത് രണ്ടും എന്താണെന്ന് നമുക്ക് കാര്യമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത്രയും ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ടൊന്ന് നോക്കി വെച്ചിട്ട് വരിക. എക്സാമിന് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, ട്രെൻഡിങ് ഭാഗമാണ്. അപ്പൊ ട്രെൻഡിനൊപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ ട്രെൻഡുകളൊന്ന് ഉറപ്പിച്ചങ്ങ് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം മൈ ഡിയേഴ്സ്. താങ്ക് യു.